ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ്യത്തെയും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചെറിയാണ് ഇന്ന് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കുമ്പളങ്ങയും ചെറുപയറും വെച്ചിട്ട് ഒരു അടിപൊളി കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1 കപ്പ് കുമ്പളങ്ങ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു പഴുത്ത തക്കാളിപ്പഴവും 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കുക കേട്ടോ. അടച്ചു വെച്ച് തന്നെ ചെറിയ തീയിൽ വേവിക്കുക. ഇടയ്ക്കൊന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കുമ്പളങ്ങ വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പം നമ്മളൊരു പകുതി സമയമായിട്ടുണ്ട്. നോക്കിയപ്പോൾ കുമ്പളങ്ങ കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. നമുക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങ ചിരകിയത് 1 കപ്പ്, അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചെറുപയർ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. അത് ഇതിലേക്ക് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതുകൊണ്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം. നമ്മൾ ചെറുപയർ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടച്ച് വെച്ചൊന്ന് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറിക്ക് എത്ര ചാറ് വേണം അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അത്രേ വേണ്ടുള്ളൂ. നമുക്ക് അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് താളിച്ചൂടെ ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനിയും താളിച്ച് ചേർക്കാം. ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് നമുക്ക് അത് ഇളക്കണ്ട, അതേപോലെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ചോറ് കഴിക്കാനായിട്ട് കറി എടുക്കുന്നത് അന്നേരം നമുക്ക് എടുത്തിട്ട് ഇളക്കിയാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറി നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഒരു പപ്പടം പൊളിച്ചത് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് കറി ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.